സ്ഥാപനമായിട്ട് മാറും. കാരണം ഇതിലെ ഓരോ സെക്ഷനിലുള്ള ഡോക്ടർമാരൊക്കെ അത്രയ്ക്കും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ തങ്ങളെയും കൊണ്ട് ഞാനൊരു ഉദാഹരണം നിർവഹിച്ച പുലാമന്തോസ് എന്ന് പറയുന്നൊരു സ്ഥാപനം, നമുക്കറിയാം ഈശ്വർ മാൽപ്പയുടെ 2 കുട്ടികൾക്കും SLA ബാധിച്ച കുട്ടികളാണ്. ഒരു കുട്ടി പാടയെ കടന്നു പോയതാണ്, മറ്റൊരു കുട്ടി ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് 20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇവർ കൊടുത്തു. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഈശ്വർ മാൽപ്പ ഒരുപാട് സന്തോഷത്തോടെ പോയത്. കാരണം എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ ഒരു കേസ് ഒരു പക്ഷേ റിക്കവറായിട്ട് ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനോ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതുപോലെ ഒരുപാട് രോഗികൾ സന്തോഷം അറിയിച്ച ഒരു സ്ഥാപനം. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിലുള്ളത്. സാധാരണ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു റൂം എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് ആ രീതിക്കൊക്കെയാണ് പലർക്കും കാണാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത്രയ്ക്കും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വർഷത്തെ സർവീസിൽ ഡോക്ടർമാരാണ്. അതെല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഓക്കെ.